ഹലോ മൈ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ യാത്ര ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ, അതിന് പോവാണ്. സൂറത്ത് ടെക്സ്റ്റൈൽസ് മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള യാത്രയിലാണ്. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഊബർ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കംഫർട്ട്. റോഡൊക്കെ നല്ല റഷായി തുടങ്ങി കേട്ടോ. വൈകുന്നേരം ആവും തോറും നല്ല റഷായി തുടങ്ങും. പിന്നെയെന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടാണ്. ഈ ഏരിയകളൊക്കെ ഭയങ്കര സൗണ്ടാണ്. ടെക്സ്റ്റൈൽസ് മാർക്കറ്റിൻ്റെ അടുത്തെത്തി തുടങ്ങി കേട്ടോ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂറത്ത് നിങ്ങൾക്കറിയാലോ, ഡ്രസ്സുകളുടെ ഒരു ഏരിയ തന്നെയാണ്, വൻ ശേഖരം തന്നെയാണ്. പിന്നെ നമ്മൾ മീറ്റിങ്ങിന് കയറുന്നതിന് മുന്നേ ഒരു ജ്യൂസ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്ഥിരം ജ്യൂസാണ് കേട്ടോ. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് നല്ല ലേറ്റായി ഇറങ്ങാൻ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പോവാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. നമ്മളെ നാട്ടിൽ കാണാത്ത പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ ഞാനിവിടെ കണ്ടു. ഒരുപാട് പേരുകൾ, കേൾക്കാത്ത പേരുകളും ഒക്കെയാണ് കേട്ടോ ഇവിടെ. നല്ല ഫ്രഷ് പച്ചക്കറിയാണ്. പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ ചെറിയ പൈസയുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഡ്രസ്സ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഷൂ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്, പച്ചക്കറി, ഫ്രൂട്ട്സ്, പല വെറൈറ്റി കച്ചവടക്കാരുണ്ട് കേട്ടോ. പിന്നെ ഇത് മസാലപ്പൊടികൾ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ പല ടൈപ്പ് വെറൈറ്റി ഇല ഐറ്റംസുകളാണ് കേട്ടോ. ഇതിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല. ഇതിൽ മല്ലിച്ചപ്പ്, പുതിന, പിന്നെ ഇല ഒക്കെ ഉണ്ട് കേട്ടോ. ഇതും ഇവിടുത്തെ വലിയ ടെക്സ്റ്റൈൽ മാർക്കറ്റാണ് കേട്ടോ. ഗ്ലോബൽ ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്നാണ് ഇതിന് പേര്. ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഐറ്റംസുകളാണ്. ഇവർ നമ്മൾ ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടെ നിന്ന് തന്നെ കൊറിയർ ചെയ്ത് തരും നമ്മുടെ നാട്ടിലോട്ട്.
ഇതിൻ്റെ ഉള്ളിൽ വലിയ ഇതായിട്ട് കാണാനോ ഒന്നുമില്ല. ജസ്റ്റ് എന്താ പറയുക, ഇങ്ങനെ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട്. മെറ്റീരിയൽസാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇതൊക്കെ പട്ട് സാരിയുടെ വൺ കളക്ഷനാണ് കേട്ടോ. നല്ല വെറൈറ്റി പട്ട് സാരികളാണ്. ഇവിടെ ഈ താഴെ എന്ന് പറയുന്നത് ഇവർ ബ്ലൗസ് പീസുകൾ എന്താക്കാണ് പാക്ക് ചെയ്യുന്നതാണ്. ഇത് പിന്നെ ബോംബെ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ കാണാനെന്ന് പറയുന്നത് വലിയതായിട്ട് കാണാനൊന്നുമില്ല. നമ്മൾ നേരെ ഫുഡ് മാർക്കറ്റിലോട്ടാണ് വന്നത്. ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ എന്താ പറയുക, ചിക്കൻ്റെ പാർട്സുകളാണ്. ലിവർ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ടിക്ക ഉണ്ട്, ചിക്കൻ വെച്ചിട്ട് പല വെറൈറ്റി സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഈ ഒരു പാത്രത്തിൽ ദാൽ കറിയാണ് കേട്ടോ. ഞാനിത് സൗദിയിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണുന്നത് അവിടെ നിന്നാണ്. ഇത് ആടിൻ്റെ തലച്ചോറാണ് കേട്ടോ. ഇത് ഹാഫ് ബോയിൽ ചെയ്തിട്ടാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇത് അവർ സെറ്റാക്കി തരികയാണ്. പിന്നെ അതിൻ്റെ അടുത്തുള്ളത് ചിക്കനാണ് കേട്ടോ. ഈ ഒരു ഷോപ്പ് ഡ്രസ്സിന്മേലൊക്കെ വെക്കുന്ന ലേസിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. ഭയങ്കര നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ട്. പിന്നെ ഇത് ഇവിടുത്തെ സ്വീറ്റ് ഐറ്റംസ് കാണാൻ ജിലേബി ഉണ്ട്. പിന്നെ എന്തൊക്കെ വെറൈറ്റീസ് പേരുകളൊക്കെ ഉണ്ട്. ഇത് അവർ ഇവിടെ ഉണ്ടാക്കുന്ന സംഭവം നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി തന്നതാണ്. ചെറിയൊരു സ്വീറ്റൊക്കെ ആയിട്ടുള്ളൊരു ഇതാണ്. എനിക്ക് വലിയ ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്തില്ല, ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. കൂടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഒരു പറഞ്ഞ് കുഴപ്പമില്ല, രസമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് വാങ്ങിച്ചു, കട്ട് ചെയ്ത് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ നമ്മളത് റൂം കൊണ്ടുപോയിട്ടാണ് പിന്നെ കഴിച്ചിട്ടുള്ളത്. ഇത് പിന്നെ റൊട്ടി ഉണ്ടാക്കുന്ന പാത്രമാണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കബാബും അൽഫാമുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നമ്മുടെ കബാബ് എത്തിയിട്ടുണ്ട് കേട്ടോ. കബാബ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കബാബും റൊട്ടിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ അൽഫാമും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡിൽ ഏറ്റവും കൂടുതൽ കളർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ. നമ്മൾ കഴിച്ച് കഴിഞ്ഞൊന്ന് കൈ കഴുകി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കളർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കയ്യിലൊക്കെ നല്ല കളറാണ് വരിക. പിന്നെ നമ്മൾ നേരെ വന്നത് സ്വീറ്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിവിടുത്തെ വെറൈറ്റി സ്വീറ്റ്സുകളാണ്. പേരുകളൊന്നും എനിക്ക് പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ പേരുകൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു റെഡിൽ കാണുന്നത് ക്യാരറ്റ് ഇട്ടിട്ടൊക്കെ ആണ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ്. നമുക്ക് ഫസ്റ്റ് അവർ ട്രൈ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്.
അതൊക്കെ കഴിച്ചു, ഉടനെ കഴിച്ചു. പിന്നെ നമ്മളൊരു ജ്യൂസ് കഴിച്ച് നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ഓക്കെ, കാണാം, ബൈ.